ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം 21 മുതൽ 24 വരെയും 35 മുതൽ 43 വരെയുമുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. രണ്ട് സംഭവങ്ങളെ കൂട്ടിച്ചേർത്ത് അവതരിപ്പിച്ചിരിക്കുന്നതിൽ ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം ധ്യാന വിഷയമാക്കിയതാണ്. ജായിറൂസ് എന്ന സിനഗോഗ് അധികാരിയുടെ മകള് കഠിനമായ രോഗബാധിതയായി മരണാസന്നയായിട്ട് കിടക്കുമ്പോൾ അവൻ യേശുവിൻ്റെ അടുക്കൽ എത്തുകയാണ്. യേശു അവനോടൊത്ത് അവൻ്റെ കുഞ്ഞിനെ സുഖപ്പെടുത്താനായിട്ടുള്ള യാത്രാമധ്യയാണല്ലോ രക്തസ്രാവക്കാരി ഈശോയെ സ്പർശിക്കുന്നതും സൗഖ്യം നേടുന്നതും. വിശ്വാസ സാക്ഷ്യത്തിൻ്റെ രണ്ട് പ്രതീകങ്ങളായിട്ടാണ് ഇവരെ രണ്ടുപേരെയും സുവിശേഷത്തിൽ അവതരിപ്പിക്കുക. ജായിറൂസ് ഒരു വിജാതീയനാണ്. ഒരിക്കൽ പോലും ക്രിസ്തുവിനെ അടുത്ത് അനുധാവനം ചെയ്യുകയോ ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾ അറിയുകയോ ബോധ്യപ്പെടുകയോ, പഴയ നിയമത്തിൽ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവുമായി, വിശന്നപ്പോൾ കാടപ്പക്ഷിയും ദാഹിച്ചപ്പോൾ മാറയിലെ ജലവും കൊടുത്ത് അനുഗ്രഹിച്ച ദൈവത്തിൻ്റെ പരിപാലനയും ഒന്നും തിരിച്ചറിയാത്ത ഒരു വിജാതിയൻ. അവൻ യേശുവിൻ്റെ അടുക്കൽ ഉയർത്തുന്നത് ഒറ്റ ആഗ്രഹം മാത്രമാണ്: തൻ്റെ കുഞ്ഞിന് സൗഖ്യം നൽകണം. അവളെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ കർത്താവിന് മാത്രമേ സാധിക്കൂ എന്നുള്ള വലിയ വിശ്വാസം. ആ വിശ്വാസത്താൽ പ്രേരിതനായിട്ടാണ് ഈശോയുടെ അടുക്കലേക്ക് ഈ സിനഗോഗ് അധികാരി എത്തുന്നത്. ഈ വചനഭാഗത്ത് രണ്ട് വ്യക്തികളെ നമുക്ക് പ്രത്യേകമാവിധം അനുസ്മരിക്കണം. ഒന്ന് യേശുവാണ്. യേശുവിൻ്റെ മനോഭാവം. വിജാതീയനായൊരു മനുഷ്യൻ, അവനെ സഹായിക്കേണ്ട അത്യാവശ്യമൊന്നും ഈശോയ്ക്കില്ല. എന്നിട്ടും തൻ്റെ മുമ്പിൽ വേദനയോടെ തൻ്റെ കുഞ്ഞിന് വേണ്ടി വിലപിക്കുന്ന ഒരു അപ്പനെ സാന്ത്വനപ്പെടുത്താനും അവനോടൊത്ത് കടന്നു പോകാനും അവൻ്റെ കുഞ്ഞിനെ സൗഖ്യമുള്ളവളായി അവൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാനുമുള്ള ഈശോയുടെ വ്യഗ്രതയും തീഷ്ണതയും താല്പര്യവും നാം തിരിച്ചറിയുക. ഈ തിരിച്ചറിവ് നമ്മളെ നയിക്കേണ്ടത് നമ്മുടെ അനുദിന ജീവിതത്തിൽ മറ്റുള്ളവർക്ക് അവൈലബിൾ ആകാൻ ശ്രമിക്കുക വഴിയായിട്ടാണ്. നാം മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ, എൻ്റെ രണ്ട് കണ്ണുകളിൽ ഒന്ന് അവനു വേണ്ടി അവൻ്റെ ദുഃഖങ്ങൾ കാണാനുള്ളതാണ്. എൻ്റെ രണ്ട് ചെവികളിൽ ഒന്ന് അവൻ്റെ വേദനകളും ദുഃഖങ്ങളും കേൾക്കാനുള്ളത്. എൻ്റെ കൈകളിൽ ഒന്ന് അവന് വേണ്ടി അധ്വാനിക്കാനുള്ളത്. എൻ്റെ കാലുകളിൽ ഒന്ന് അവൻ്റെ അടുക്കിലേക്ക് നടക്കാനായിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ യേശുവിനെ പോലെ മറ്റുള്ളവർക്ക് സംലഭ്യരാകാനായിട്ട് പരിശ്രമിക്കുക എന്നത് ഈ കാലഘട്ടത്തിൻ്റെ കൂടെ ഒരു അനിവാര്യതയാണ്. രണ്ടാമതായി നാം തിരിച്ചറിയേണ്ടത് ജായിറൂസ് എന്ന വിജാതീയനായ മനുഷ്യൻ്റെ വിശ്വാസബോധ്യമാണ്. യേശുവിൻ്റെ അടുക്കിലേക്ക് അവൻ ആളയച്ചത്, അല്ലെങ്കിൽ ജായിറൂസ് തന്നെ നേരിട്ട് യേശുവിൻ്റെ അടുക്കൽ ചെന്ന് അവൻ്റെ മകളുടെ സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നതൊക്കെ നമുക്കെല്ലാവർക്കും തോന്നാവുന്ന, മനസ്സിലാക്കാവുന്ന വിശ്വാസത്തിൻ്റെ ഒരു തലവാണ്. എന്നാൽ പോകുന്ന വഴി ചിലർ വന്ന് ജായിറൂസിൻ്റെ ചെവിയിൽ മന്ത്രിക്കുന്നുണ്ട്: കുഞ്ഞു മരിച്ചുപോയി, ഇനി ഗുരുവിനെ എന്തിനാണ് ബുദ്ധിമുട്ടിപ്പിക്കുക? ഒരു മകൾ മരിച്ചുപോയ അപ്പൻ്റെ ഹൃദയ നൊമ്പരമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ അപ്പൻ യേശു പറഞ്ഞ വാക്കിന് ചെവി കൊടുക്കുക, മറുവാക്ക് പറയാതെ യേശു പറഞ്ഞതെല്ലാം അവൻ വിശ്വസിക്കുകയും, നിന്റെ മകൾ മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങുകയുണ്ട്. ഈശോ അവൻ്റെ ഭവനത്തിലെത്തി അവനെയും അവൻ്റെ ഭാര്യയെയും രണ്ട് ശിഷ്യന്മാരെയും മാത്രം കൂട്ടിക്കൊണ്ട് മാളികമുറിയുടെ മുകളിലെത്തി ഈ കുഞ്ഞിനെ ജീവനോടെ
മരണത്തിൽ നിന്ന് മടക്കി വിളിച്ച് അപ്പൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അതുവരെ വിശ്വാസമുടയാതെ ഉലയാതെ പിടിച്ചു നിന്നവനാണ് ഈ ജൈറൂസ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസ ജീവിതത്തെയും നമുക്ക് പുനഃപരിശോധിക്കണം. പ്രാതികൂല്യങ്ങളുടെ മുമ്പിൽ തളർന്നു പോകുന്നതാണോ എൻ്റെ വിശ്വാസം? എല്ലാം നോർമലാണ്, എല്ലാം കുഴപ്പമില്ലാതെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഈശോയോടുള്ള വിശ്വാസത്തിനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്കൊക്കെ പള്ളിയിൽ പോകും, കുരിശുവരയ്ക്കും, പ്രാർത്ഥിക്കും, ഒക്കെ ചെയ്യും. പക്ഷെ ദൈവം നമ്മളെ ഉപേക്ഷിച്ചു എന്ന് തോന്നുന്ന ചില ഘട്ടങ്ങൾ, ദൈവം നമ്മിൽ നിന്ന് അകന്നുപോയി എന്ന് തോന്നുന്ന ചില ഘട്ടങ്ങൾ, എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കണില്ല എന്നുള്ള വ്യഗ്രതയുടെ ചില നിമിഷങ്ങൾ, അത്തരം മേഖലകളിലും വിശ്വാസത്തോടെ ചേർന്ന് നിൽക്കാം. ഇനി എൻ്റെ ദൈവത്തിനെ എന്നെ സഹായിക്കാനാകൂ, എൻ്റെ ദൈവം ഇടപെട്ടാലേ എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടൂ എന്നുള്ള ബോധ്യത്തിൻ്റെ തലത്തിലേക്ക് ഉയരാൻ ഈശോ നമ്മളെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. ആഹ്വാനം അനുസരിച്ച് മുന്നോട്ട് പോകാം. ഒപ്പം ഈശോയുടെ ഹൃദയവിശാലതയും അവരനെ തേടിയിറങ്ങാനുള്ള നല്ല മനസ്സും നമുക്ക് സ്വന്തമാക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.